ഇന്ത്യ പൈലറ്റിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. 25-കാരിയായ സൃഷ്ടി തൂലിയെയാണ് മുംബൈയിലെ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ യുവതിയുടെ കാമുകൻ 27 വയസ്സുകാരനായ ആദിത്യ പണ്ഡിറ്റിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. സൃഷ്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്ന് കാണിച്ച് കുടുംബം പരാതി നൽകിയിരുന്നു. ഭക്ഷണശൈലി മാറ്റണമെന്നും നോൺ വെജ് കഴിക്കുന്നത് നിർത്തണമെന്നും ഇയാൾ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ അമ്മാവൻ വിവേക് കുമാർ നരേന്ദ്രകുമാർ തൂലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊവായ് പോലീസാണ് കേസെടുത്തത്. സൃഷ്ടിയോട് ഇയാൾ നിരവധി തവണ പരസ്യമായി അപമാനിച്ചിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ആദിത്യ തൻ്റെ മകൾ റാഷിയെയും സൃഷ്ടിയെയും ഡൽഹിയിൽ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാൻ തൻ്റെ കാർ ഉപയോഗിച്ചിരുന്നുവെന്ന് അമ്മാവൻ പറയുന്നു. ഇതിനിടയിൽ ആദിത്യയും സൃഷ്ടിയും തമ്മിൽ വഴക്കുണ്ടായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. റാഷിയുടെ മുന്നിൽ വെച്ച് സൃഷ്ടിയെ ആദിത്യ ചീത്ത പറയുകയും ദേഷ്യത്തിൽ കാർ മറ്റൊരു വാഹനത്തിൽ ഇടിപ്പിക്കുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ സൃഷ്ടിയും റാഷിയും ആദിത്യയും അവരുടെ സുഹൃത്തുക്കളും ഗുരുഗ്രാമിൽ അത്താഴത്തിന് ഒത്തുകൂടി. സൃഷ്ടിയും മറ്റുള്ളവരും മാംസാഹാരം കഴിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതിനിടയിൽ ആദിത്യ സൃഷ്ടിയെ അപമാനിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇരുവരും തമ്മിൽ വഴക്കായി. ഒടുവിൽ അവർ രണ്ടുപേരും സസ്യാഹാരം കഴിക്കാൻ പോയി. എന്നാൽ ആദിത്യ തന്നെ റോഡിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടി റാഷിയെ വിളിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്നാണ് ആത്മഹത്യ നടന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.